ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടി അദ്ദേഹം പറയുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അല്ല, എന്താണ് ഇത് ശരിയും തെറ്റും എന്താണ്? ഇത് ആരോപണങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ശ്രീ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. അല്ല, അദ്ദേഹം എന്താണ് പറയുന്നത് എനിക്കും അറിയത്തില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഒരാളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അതിനെ ഏതർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം എന്നുള്ളത് അത് മാധ്യമങ്ങളും പൊതുസമൂഹമാണ് വ്യാഖ്യാനിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹം എന്തെങ്കിലും പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ അതിന് വരാത്തതാണോ എന്താ, നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. പക്ഷേ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ആദ്യമേ തന്നെ സുരേഷ് ഗോപിജി ഇടപെട്ടിരുന്നു, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ വളരെ മുതിർന്ന പ്രവർത്തകൻ മാത്രമല്ല, അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ച MP ആണ്, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ കാര്യത്തെക്കുറിച്ചുള്ള വിശദമായുള്ള ഇത് പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അതിൻ്റെ ഒരു ഗൗരവത്തിൽ കൂടിയേ മാത്രമേ ഭാരതീയ ജനതാ പാർട്ടി കാണുന്നുള്ളൂ. ഞാൻ പറയല്ലോ, അതിൽ മറുപടി പറയണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇതുവരെയും കരുതുന്നില്ല ആ വിഷയത്തിൽ. ഒന്നാമത്തെ കാര്യം, ഒരു വലിയ ഹിപ്പോക്രസിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസും ഇടതുപക്ഷവും. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി മത്സരിക്കുമ്പോൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് കാണുകയുണ്ടായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 300 കിലോ ഉള്ള പേപ്പറാണ് ലഭിച്ചത് എന്നാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് ആ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ പറയുന്ന പോയിന്റും വളരെ കൃത്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന തലത്തിൽ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭ്യമായിട്ടുള്ള വോട്ടർ പട്ടികയെ പഠിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ തയ്യാറെടുപ്പോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടി. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. ഇത് ഭാരതീയ ജനതാ പാർട്ടി ആദ്യമായിട്ട് ചെയ്യുന്നതല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അന്ന് ഡേറ്റ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ ഡേറ്റയെ പഠനം നടത്തി ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്സിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ എന്തെങ്കിലും അവർക്ക് പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ ചെയ്തതുപോലെ അവരെന്തുകൊണ്ട് വോട്ടർ പട്ടിക ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തിട്ട് വ്യക്തമായി പഠനം നടത്തി ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് സമീപിച്ചില്ല? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്നിട്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് ഈ രാഷ്ട്രീയ നാടകം കളിക്കേണ്ട കാര്യം എന്താണ്? അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദേശീയ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ് ഞാൻ കേട്ടതാണ് സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ സപ്പോർട്ടറൊന്നുമല്ല. അദ്ദേഹം ചോദിച്ചത്, ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു 24/7 രാഷ്ട്രീയ പ്രവർത്തകനല്ല. അദ്ദേഹം ഉറക്കം എഴുന്നേറ്റ് ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്നിട്ടാണ് പല രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. ഇത്രയും നാളും അദ്ദേഹം എവിടെയായിരുന്നു? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തുകൊണ്ട് അത്യാവശ്യം സമയം ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കും? ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം ഈ മാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടിക ഫൈനൽ വരുന്നതിന് മുമ്പായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിന് പഠനം നടത്തി അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് അതാത് പാർട്ടികളുടെ ചുമതലയാണ്. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അത് വ്യക്തമായി ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തിട്ടുണ്ട്, ലോക്സഭയുടെ സമയത്തും ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ട് മറ്റു പാർട്ടികൾ ചെയ്യുന്നില്ല എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചോദ്യം. അതുകൊണ്ട് ഇതൊരു ഹിപ്പോക്രസിയാണ് ഇപ്പോൾ ഈ പറയുന്നതല്ല. ഛത്തീസ്ഗഡ് വിഷയത്തിലേക്ക് നിങ്ങൾ പല പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വളരെ സീരിയസ് ആയിട്ട് അവരുടെയും ജോർജ് അടക്കമുള്ളവരെല്ലാം തന്നെ പ്രതികരിച്ചു. പക്ഷേ ഈ സുരേഷ് ഗോപി മാത്രം ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നുണ്ടല്ലേ ഇത്രയും വിമർശനം ഉണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടി അദ്ദേഹം പറയുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അല്ല, എന്താണ് ഇത് ശരിയും തെറ്റും എന്താണ്? ഇത് ആരോപണങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. അല്ല, അദ്ദേഹം എന്താണ് പറയുന്നത് എനിക്കും അറിയത്തില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഒരാളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അതിനെ ഏതർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം എന്നുള്ളത് അത് മാധ്യമങ്ങളും പൊതുസമൂഹമാണ് വ്യാഖ്യാനിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹം എന്തെങ്കിലും പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ അതിന് വരാത്തതാണോ എന്താ, നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. പക്ഷേ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ആദ്യമേ തന്നെ സുരേഷ് ഗോപിജി ഇടപെട്ടിരുന്നു, അതിനകത്ത് യാതൊരു സംശയവുമില്ല.